ഹലോ. നമ്മൾ മനുഷ്യന്മാർക്ക് എന്തൊക്കെ ഫീലിങ്സാണ് ഉള്ളതല്ലേ? ഇത് പറയാനായിട്ട് ഒരു കാരണമുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ എണീക്കുന്ന ടൈമിലായിരിക്കും നമുക്കൊരു ഒരു മൂഡ് ചേഞ്ച് ഉണ്ടാവുന്നത്. ഒന്നും ചെയ്യാൻ തോന്നില്ല, ആ കിടക്കുന്നിടത്ത് തന്നെ കിടക്കാൻ തോന്നും. എണീറ്റിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതാണ്, ഹസ്ബൻഡ് ജോലിക്ക് പോകേണ്ടതാണ്, അവരെ കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരിക, അതോർത്ത് സങ്കടപ്പെടുക, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അങ്ങനത്തെ കുറച്ച് അപ്പോൾ കരച്ചിൽ വരിക. അങ്ങനെ ഇരിക്കുന്ന ടൈമിലായിരിക്കും ആ വീട്ടുകാരുടെയോ അല്ല ഹസ്ബൻഡ് ആയിക്കോട്ടെ ആരുടെയെങ്കിലും വായിരിക്കുന്നത് നല്ല കട്ടയ്ക്ക് കേൾക്കുന്നത്. അതും കൂടി ആകുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡൊക്കെ അങ്ങ് മാറി, എനിക്കാരില്ല, ഞാൻ ഒറ്റയ്ക്കായി, സൂയിസൈഡ് ചെയ്താലോ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാലോ, ഇങ്ങനെയൊക്കെ ചിന്തകൾ നിങ്ങൾക്ക് വരാറുണ്ടോ? അത് ഞാനിത് റിയലൈസ് ചെയ്തത് ഒരു 2 ദിവസം മുമ്പാണ് കേട്ടോ. മൂഡ് സ്വിങ്സ് ആണോ എന്താണ് കാരണമെന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല. എങ്കിലും പീരിയഡ്സിൻ്റെ ഒരു 2 ദിവസം മുൻപ് ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് പല വീഡിയോകളിലും കാര്യങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭയാനകമായൊരു വേർഷനായിരിക്കും ഇതെന്നുള്ള കാര്യം എനിക്കറിയത്തേ ഉണ്ടായിരുന്നില്ല. എന്തായാലും അതൊരു വലിയൊരു ഒരു എന്താ പറയുക, ആർക്കും വരാണ്ടിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ജീവിതത്തിലേക്ക് എന്താ പറയുക മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് ആ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാവുന്നു. അത്ര ബുദ്ധിമുട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, ഇത് പുരുഷന്മാർക്കും ഉണ്ടോ എന്നൊന്നും എനിക്ക് വ്യക്തമല്ല. ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഈ മൂഡ് സ്വിങ്സ് എന്നുള്ള ഒരു സാധനം ഒരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ആ ടൈമിൽ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്താണ്, കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല, നമ്മൾ തനിച്ചാണ് എന്നൊക്കെ ഒരു ഒരു ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ കൂടെയുള്ളവരും നമ്മൾ ഒപ്പത്തിനൊപ്പത്തിന് നിന്ന് ഓരോന്ന് പറയുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ മൈൻഡ് കയ്യിൽ നിന്ന് പോകും. ഇനി എന്താ ചെയ്യുക, ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടായാലോ, ഞാൻ കാരണം അവർക്കൊരു പ്രശ്നമായാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരും. ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച്